ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് മോൾഡഡ് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഗാർണിഷ് അതും എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് കോമ്പൗണ്ടാണ്, പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മിൽക്ക് കോമ്പൗണ്ട്. ഇങ്ങനെ 3 കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോഡിൻ്റെ ബ്രാൻഡാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. നമുക്കിനൊക്കെ ഗാർണിഷ് ചെയ്യണതും ഗണാഷ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ കോമ്പൗണ്ട് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഉറുമ്പ് ശല്യം ഉള്ളത് കാരണം ഫ്രീസറിലാണ് ഞാൻ വെക്കൽ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് 2 മണിക്കൂർ മുന്നെയെങ്കിലും ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം, എങ്കിലേ മെൽറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിൽ കുറച്ച് സെക്കൻഡ്സ് വെച്ചാലും മെൽറ്റ് ചെയ്ത് കിട്ടും. ഡബിൾ ബോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് ഈ ചോക്ലേറ്റിൻ്റെ ബൗള് ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഒരു കാരണവശാലും വെള്ളം ഇതിൻ്റെ താഴെ തട്ടാൻ പാടില്ല. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നതോടൊപ്പം തന്നെ ഹാർഡായിപ്പോവും. നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ താഴെ തട്ടാത്ത രൂപത്തിൽ വേണം നമുക്ക് ഈ ബൗള് വെക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഗ്യാസിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് അവിടെ മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും നല്ല വ്യത്യാസമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. നല്ല കളർ ചേഞ്ച് ഉണ്ട്, കണ്ടോ? ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണെങ്കിൽ ഇത് ഡാർക്ക് നല്ല കൊക്കോൻ്റെ കളറാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിന് അങ്ങനത്തെ ചോക്ലേറ്റിനൊക്കെ ഈ ഡാർക്ക് കോമ്പൗണ്ടാണ് യൂസ് ചെയ്യൽ. കാരണം എന്നാലേ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കിറ്റ്കാറ്റിന് പിന്നെ മോൾഡഡ് ചോക്ലേറ്റ് അധികമായിട്ടും യൂസ് ചെയ്യുന്നത് ഈ മിൽക്ക് കോമ്പൗണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ടേസ്റ്റി ആണ്. മറ്റേത് കുറച്ചൊരു കയ്പ്പ് രസം ഉണ്ടാവും, എന്നാലും പക്ഷേ ആരോഗ്യത്തിന് ബെറ്റർ ഡാർക്ക് കോമ്പൗണ്ടാണ്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്റ്റീൽ ബൗളിൽ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലൊക്കെ നിങ്ങൾക്ക് ഇത് മെൽറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്, ഗ്ലാസ് ബൗൾ തന്നെ ആവശ്യമുണ്ടോ? ചിലരിത് ഗ്ലാസ് ബൗൾ ചെയ്യുമ്പോൾ പൊട്ടി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ സ്റ്റീൽ ബൗൾ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
വൈറ്റ് ചോക്ലേറ്റ് പകുതി മെൽറ്റായിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുഴുവനും മെൽറ്റ് ആവണം എന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കി ഈ ഒരു ചൂടിൽ തന്നെ ബാക്കി ചോക്ലേറ്റും കൂടി മെൽറ്റാവും. ഓവർ ടൈം നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ അത് ഹാർഡായി പോവും. ചിലരൊക്കെ എന്നോട് ബേക്കിംഗ് ക്ലാസ്സിന് വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ എത്ര ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എത്തുന്നില്ല, ഹാർഡായി പോവാണ്. അപ്പോൾ അതിനൊരു കാരണം ഇതാണ്, നിങ്ങൾ കുറേ ടൈം മുഴുവനും മെൽറ്റ് ആവുന്നവരെ അതിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പകുതി മെൽറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചൂടിൽ ബാക്കിയും കൂടി അതങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും. ഓവർ ചൂടോടെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റരുത്, കാരണം ഇത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം, അതായത് മുഴുവനും ചൂടാറാനുള്ള ഇടവരെയും ചെയ്യരുത്. മുഴുവനും ചൂടാറിക്കഴിഞ്ഞാൽ സെറ്റായി പോവും. അപ്പോൾ നമുക്ക് സെറ്റാവുന്ന മുന്നേ തന്നെ നമുക്ക് ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നേര് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ എൻ്റെ ഇപ്പം കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, കട്ട് ചെയ്താൽ നന്നായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വീണോ. അങ്ങനെ ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇത് ചോക്ലേറ്റ്സ് നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് റൈസിൻസും പിന്നെ കുറച്ച് ബദാമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാഷ്യൂ നട്ട് യൂസ് ചെയ്യാം, പിന്നെ ഹാസൽ നട്ട്, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിത് ഇതിൽ നമ്മൾ നട്ട്സ് ഇടുകയാണെങ്കിൽ പകുതിയെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ബാക്കി നട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം നട്ട്സ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നട്ട്സ് ഇടാത്ത ചോക്ലേറ്റാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് അതങ്ങനെ തന്നെ സെറ്റ് ആയിക്കോളും. ഇനി ഇതിൽ നമുക്ക് നട്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നട്ട്സ് ഇട്ടതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാം.
നേരത്തെ പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് സെറ്റ് ആവും. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മുടെ ചോക്ലേറ്റ് അവിടെ റെഡി ആവുന്നതിന് മുമ്പ് നമുക്ക് ഇനി ചോക്ലേറ്റ് ഗാർണിഷ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിതാ നേരത്തെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തില്ലേ, ഡാർക്ക് ചോക്ലേറ്റ്, അതാണിത്. അപ്പോഴേക്കും നമ്മളെ ചോക്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊന്നും ഇങ്ങനെ വൃത്തിയെടുക്കാൻ പറ്റും. വേണേൽ ഈ എഡ്ജൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് കാണുന്നത് റൈസിൻസ് ആണ്. നമ്മളിതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ ഗാർണിഷ് ചെയ്ത് വെച്ചത് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ചോക്ലേറ്റ് വെച്ചിട്ട് ഇനിയും ഒരുപാട് ഗാർണിഷ് ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ മോൾഡഡ് ചോക്ലേറ്റ് എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.